ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് അത് 2021 ഡിസംബറിലാണ് ആരംഭിച്ചത്. 2021 ഡിസംബറിന്റെ പ്രത്യേകത കോവിഡിന്റെ രൂക്ഷത കുറഞ്ഞു വരുന്നു. ഇതുപോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള സംശയം വല്ലാതെ ആളുകളിൽ ഉണ്ടാകുന്ന ഘട്ടമാണ്. പക്ഷെ ഞങ്ങൾ സധൈര്യം ജനങ്ങളാകെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് നിശ്ചയിച്ചു. കോവിഡിന്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചു. അഭൂതപൂർവമായ ജനപങ്കാളിത്തമാണ് ആദ്യ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൽ ഉണ്ടായത്. സീസൺ 1 കോവിഡിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ജനങ്ങളുടെ ഒത്തുകൂടലുകളിൽ ഒന്നായി ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് മാറിയെന്ന് പലരും വിശേഷിപ്പിച്ചു. സീസൺ 2 2022 ഡിസംബറിൽ വലിയ ജനപങ്കാളിത്തത്തോടെ നടന്നു. സീസൺ 3 2023 ഡിസംബർ മാസം ഇതുവരെ കാണാത്ത ജനപ്രവാഹം സീസൺ 3 കാണുമ്പോൾ വേദികളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു. ആളുകൾ ചിതറി പല വേദികളിലേക്കും പോയി ജനത്തിരക്ക് കുറക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി വേദികളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. പക്ഷേ വേദികളുടെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോൾ ഓരോ വേദിയിലും അഭൂതപൂർവമായ ജനപങ്കാളിത്തമാണ്. കേരളത്തിൽ ആദ്യമായി ഒരു ഡ്രോൺ ഷോ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ 3 സംഘടിപ്പിക്കാനായി. നേരത്തെ ദസറ ഫെസ്റ്റിവലിലും IPL മത്സരവേദികളിലുമാണ് നമ്മൾ കണ്ടത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡ്രോൺ ഷോ വരുന്നത്. ഇനി കേരളത്തിൽ നമുക്ക് പടർത്താം. എല്ലാ നിലയിലും ജനങ്ങളാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഇതിന്റെ സംഘാടകർ ജനങ്ങളാണ്. നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിനോട് ചേർന്ന് നിൽക്കുന്നു. അഭൂതപൂർവമായ വിജയമായി ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് മാറി.